ചോദ്യമുള്ളത് ഒരു സ്ത്രീയുടെ ഒരു സംശയമാണ്. അവരുടെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായുള്ള ഒരു അവിഹിതമുണ്ടായി. അവിഹിതം എന്ന് പറഞ്ഞാൽ ശാരീരികമായ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല, ഒരു ചാറ്റിംഗ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അത് ഭർത്താവ് അതിൽ നിന്ന് പൂർണ്ണമായി പിന്മാറി. പക്ഷെ ആ ഒരു സാഹചര്യത്തോടു കൂടി തന്നെ ഈ ഭാര്യയ്ക്ക് മാനസികമായി വലിയ തളർച്ച ഉണ്ടായി എന്നാണ് അതിൽ നിന്ന്. ഭർത്താവ് ഇനി ഒരിക്കലും അങ്ങനെ ആവർത്തിക്കില്ല എന്ന് വാക്ക് തന്നിട്ടുണ്ട്. പക്ഷെ പിന്നെയും എന്ത് ചെയ്തു, അങ്ങനെ സംഭവിച്ചു. വീണ്ടും ഇപ്പോൾ ഉറപ്പ് തന്നിട്ടുണ്ട് ഞാൻ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയണില്ല എന്നാണ്. ഭർത്താവ് ഒരു ഫോൺ എടുക്കുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ അതെന്നെ ചിന്ത വരികയാണെന്നാണ്. അപ്പോൾ ഈ ചിന്ത ഇനി ഒഴിവാക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ എൻ്റെ മക്കളോടുള്ള സമീപനത്തിൽ പോലും എൻ്റെ പെരുമാറ്റത്തിലൊക്കെ മാറ്റം ഉണ്ടാവുന്നുണ്ട് എന്നാണ്. ഇത് മറ്റൊരാളോട് സംസാരിക്കാനോ പറയാനോ ഒന്നും പറ്റിയൊരു സാഹചര്യമല്ല, മനസ്സ് നീറി കഴിയുകയാണ് എന്നാണ് പീസ് റേഡിയോയോട് തുറന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരബദ്ധം വളരെ ആത്മാർത്ഥമായി തിരുത്തിയിട്ട് വീണ്ടും അത് ആവർത്തിക്കുമ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. അതാണല്ലോ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇനി അവിടെ ആവശ്യം അയാൾ മടങ്ങുന്നതോടൊപ്പം തന്നെ ഈ വിശ്വാസം കൂടെ അയാൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരമാർഗം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്നിപ്പോൾ ഇവർക്ക് വിശ്വാസമുള്ള ഒരാൾ, അതായത് ഈ സംശയിക്കുന്ന സ്ത്രീക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തി, ഇതൊരു കൗൺസിലർ ആവാം, അല്ലെങ്കിൽ വിശ്വാസമുള്ള ഒരാളാവാം. അപ്പോൾ എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ ചില അബദ്ധങ്ങൾ ഇയാൾക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, അയാൾക്ക് നിങ്ങൾ ഇത് ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ഉപദേശങ്ങൾ നൽകണം എന്ന് പറഞ്ഞ് അത്തരം ഒരാൾ ഇവരുമായി കണ്ടുമുട്ടി സംസാരിച്ച് തിരുത്തി കഴിയുമ്പോഴാണ് അദ്ദേഹമൊക്കെ സംസാരിച്ചതല്ലേ, ഇനി എന്തായാലും ആവർത്തിക്കപ്പെടാൻ സാധ്യതയില്ല എന്നതൊരു വിശ്വാസം വരുത്താനുള്ള ഒരു വഴിയാണ്. കാരണം നേരത്തെ അയാൾ സ്വന്തം നിലക്ക് തീരുമാനിച്ചാണ്, ഇപ്പോൾ ഒരാൾ ഇടപെട്ട് തീരുമാനിച്ചതാണ്. ഒന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും തെറ്റിൽ നിന്ന് തൗബ ചെയ്യുന്നവർക്ക് ഖുർആൻ തന്നെ വെച്ചിട്ടുള്ള ഒരു നിബന്ധന വ അസ്ലഹ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള അവസ്ഥയെക്കാളും അയാളുടെ ദീന് മെച്ചപ്പെടണം. മനസ്സിലായി? അപ്പോൾ ഇദ്ദേഹം ഒരു തെറ്റിൽപ്പെട്ട സമയത്ത് എന്താണ്, അദ്ദേഹം നിസ്കരിക്കും പക്ഷെ പള്ളിയിൽ പോകില്ല. മനസ്സിലായി? നിസ്കരിക്കും പക്ഷെ ഫർളുള്ളൂ, റവാത്തിബുകളൊന്നുമില്ല. അയാൾ എന്ത് ചെയ്യും, ഖുർആൻ ഓതും, ഇവിടെ ഒരു വെള്ളിയാഴ്ച റമദാനക്കൊക്കെ ഓതുള്ളൂ. അപ്പോൾ ഇവ അയാൾ എന്ത് ചെയ്യും, ദിവസം ഖുർആൻ ഓതാൻ തുടങ്ങി, എല്ലാ ദിവസവും ദീനി പ്രഭാഷണം കേൾക്കാൻ തുടങ്ങി. അയാളൊരു സൂക്ഷ്മതയായി. ഇതുവരെ ക്ലീൻ ഷേവായിരുന്നു, അയാൾക്കൊരു താടി വന്നു. മനസ്സിലായില്ലേ? അയാൾ ദീൻ്റെ കാര്യം സംസാരിക്കാൻ തുടങ്ങി, ദീൻ്റെ പ്രവർത്തകന്മാരൊപ്പം നടക്കാൻ തുടങ്ങി, രാവിലത്തെ അദ്കാറുകൾ ആരംഭിച്ചു. അപ്പോൾ ഇത് ഓരോന്ന് തുടങ്ങുമ്പോഴും ഈ സഹോദരിയുടെ വിശ്വാസം എന്ത് ചെയ്യും, വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും. അത് ഇവരെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ദീനി ഗ്രേഡ് ഉയരുമ്പോൾ ഓ അയാളൊന്നും അത് ചെയ്യൂല. നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, ദീന് പാലിക്കുന്ന ഒരാളെ പറ്റി ഒരു ആരോപണം പറയുമ്പോഴേ അയാളും ചെയ്യൂല, അയാൾ 5 വക്തിൽ ഇവിടെ ഉണ്ടാകുന്ന ആളല്ലേ എന്ന് പറയാം. അപ്പോൾ ദീനിയായിട്ടുള്ള തെറ്റ് ചെയ്തപ്പോഴുള്ള അവസ്ഥയെക്കാളും അയാളുടെ ദീനി ഗ്രേഡ്, അതിൻ്റെ നിലവാരത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് വിശ്വാസം വരുത്താനുള്ള മറ്റൊരു കാര്യമാണ്.